സ്വന്തം ധനവകുപ്പ് മാനേജ് ചെയ്യാൻ ഒരു ഗവൺമെന്റിനാകണം. അങ്ങനെ ഒരു ഗവൺമെന്റിനാകാത്ത അവസ്ഥ വന്നാൽ ഗുഡ് ബൈ പറഞ്ഞ് റിസൈൻ ചെയ്ത് പുറത്തിറങ്ങണം. അതാണ് മാന്യമായി ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ സ്വയം കൃതാനർത്ഥം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് കേന്ദ്രം കാരണമാണ് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് കരയുന്നത് അന്തസത്തയ്ക്ക് ചേരുന്നതല്ല. അപ്പൊ ഇങ്ങനെ കേന്ദ്രം ഒരു വഴിക്ക് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനേക്കാളേറെ സമ്മർദ്ദം സ്വയം കൃതാനർത്ഥമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ചെലുത്തുന്നു എന്നാണ്. ഉദാഹരണത്തിന് കേരളീയം എന്താണ് സംഭവിച്ചത്? എത്ര കോടി, 27 കോടിയോ മറ്റെയാണ് അതിനായിട്ട് മാറ്റിവെച്ചത്. അത് പക്ഷേ സംഭവിച്ചത് ആ 27 കോടി എന്നുള്ളതല്ല, ആ സമയം മുഴുവനും സെക്രട്ടേറിയറ്റ് ശൂന്യമായിരുന്നു, അവിടെ ഭരണം നടന്നില്ല എന്നതാണ്. അതായത് മുഖ്യമന്ത്രി തന്നെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് പ്രതിജ്ഞാവാചകം ചൊല്ലി ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. അപ്പൊ ഈ ഫയലും ജീവിതവും മറന്നുകൊണ്ട് എന്തുകൊണ്ട് കേരളീയത്തിലേക്ക് ഇറങ്ങി തിരിച്ചു? ഭരണം നടന്നില്ല, അതുകൊണ്ട് റവന്യൂ സമാഹരണം നടന്നില്ല. അങ്ങനെ എന്തെല്ലാം വീഴ്ചകൾ! ഓരോ നിമിഷവും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഗവൺമെന്റ് അടച്ചിട്ട് ഒരാഴ്ച ഇങ്ങനെ കേരളീയം എന്ന് പറഞ്ഞ് പാട്ടും പാടി നടന്നാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? കാര്യക്ഷമത പോയി. കാര്യക്ഷമത ഇല്ല എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലകളും തളർന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഒന്ന് പച്ച പിടിച്ചു വരുന്നതിന്, അതായത് ഭരണ ചക്രത്തിന് ഒരു ചൂടായി അത് ഓടാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നവകേരള സദസ്സ്. അപ്പൊ എന്താ സംഭവിച്ചത്? വീണ്ടും ഇതുപോലെ ഭരണം ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു നിതാന്ത ജാഗ്രതയോടെ ഭരിക്കേണ്ട ഒരു ഗവൺമെന്റ് ഭരണത്തിന് വിട എന്ന് പറഞ്ഞ് കേരളീയവും നവകേരള സദസ്സും ഒക്കെ ആയിട്ട് നടന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോ കേരളം അനുഭവിക്കുന്ന ഇത്ര കടുത്ത ധനപ്രതിസന്ധി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ട്. ഉദാഹരണത്തിന് സഞ്ചിത കടം GSDP റേഷ്യോ നോക്കിയാൽ അറിയാം, 2019-20 മുതൽ അത് 25% മുകളിലാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ 26-25 ഈ തരത്തിൽ നിൽക്കുന്ന സഞ്ചിത കട GSDP റേഷ്യോ കേരളത്തിന്റെ കാര്യത്തില് 35% മുകളിലാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അശ്രദ്ധമായി ഭരണത്തിൽ നടത്തുന്ന കാര്യക്ഷമതയില്ലായ്മ അത് സമസ്ത മേഖലകളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും? അതാണ് ഗവൺമെന്റ് മനസ്സിലാകേണ്ടത്. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, അതായത് ശരിക്ക് മുഖ്യമന്ത്രിക്ക് ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആ അബദ്ധം ട്രാൻസ്മിറ്റ് ചെയ്ത്, അതായത് ഭരണനിർവഹണത്തില് അബദ്ധം പറ്റിയ, ഭരണം ഇല്ലാതെയായാൽ അത് പെട്ടെന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് സകല മേഖലകളിലേക്കും പോകും, മുഴുവൻ സമ്പദ്ഘടനയെയും അത് ബാധിക്കും. അങ്ങനെയാണ് കേരളം സത്യം പറഞ്ഞാൽ ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് മാറിയത്. നമ്മൾ ഓർക്കണം, LDF ഗവൺമെന്റ് ബജറ്റ് കൊണ്ടുവന്നപ്പോൾ അയ്യോ UDFന്റെ കാലം വളരെ സഹാറ മരുഭൂമി പോലെ കേരളം മരുഭൂമിയായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല ഖജനാവിലോ അല്ലെങ്കിൽ ഇക്കോണമിയിലോ. പക്ഷെ ഇപ്പൊ ഇതാ സമ്പൽ സമൃദ്ധം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബജറ്റ് തുടങ്ങിയത്. പക്ഷേ ആ ബജറ്റ് ഇൻ ബ്രീഫ്, അതായത് നമ്മുടെ UDF ഭരിച്ചിരുന്ന കാലത്തെ ബജറ്റ് ഡോക്യുമെന്റ് ഒന്ന് എടുത്ത് നോക്കുക. 2012-13 മുതൽ 15-16 വരെ ഒരൊറ്റ വർഷം പോലും സഞ്ചിത കട GSDP റേഷ്യോ 28-29% മുകളിൽ പോയിട്ടില്ല. FRBM ആക്ട് പറഞ്ഞ പരിധിക്കകത്ത് തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും സഞ്ചിത കടം GSDP റേഷ്യോ നിന്നത്. അതേസമയത്ത് ഈ LDF ഗവൺമെന്റ് വന്നതിന് ശേഷം 2019-20 അത് കൂടി, 18-19 അത് കൂടി, 20-21 മുതൽ അത് വളരെ സ്കൈ റോക്കറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് 37-38-39 ഈ തരത്തിൽ പോയി. അത് കൂടാതെയാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും 40,000 കോടിയോളം കടമെടുത്തത്. ഇതെല്ലാം വെച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്, കടമെടുപ്പിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. എന്നിട്ടാണ് കേന്ദ്രം ഞങ്ങളെ എന്താണ് പറയുക, പറ്റിക്കുന്നത് കൊണ്ടാണ് കേന്ദ്രം
കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ടാണ്, കടും വെട്ട് വെട്ടുന്നത് കൊണ്ടാണ്, തകർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു സംസ്ഥാനത്തെ തകർക്കണം, കടും വെട്ട് വെട്ടണം? ആർക്കും വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വയം എന്താ പറയുക, പരിഹാസ്യനാവുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ധനമന്ത്രിയും ഗവൺമെന്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം സത്യത്തില് എന്താണ് സംഭവിച്ചത്? കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഞെരുക്കലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മാർഗങ്ങളിലൂടെ കേന്ദ്രം ഞെരുക്കുന്നു എന്നത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. അതേ സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ, അതായത് സ്വന്തം ധനവകുപ്പ് മാനേജ് ചെയ്യാൻ ഒരു ഗവൺമെന്റിന് ആകണം. അങ്ങനെ ഒരു ഗവൺമെന്റിന് ആകാത്ത അവസ്ഥ വന്നാൽ ഗുഡ് ബൈ പറഞ്ഞ് റിസൈൻ ചെയ്ത് പുറത്തിറങ്ങണം. അതാണ് മാന്യമായി ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ സ്വയം കൃതാനർത്ഥം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് കേന്ദ്രം കാരണമാണ് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് കരയുന്നത് അന്തസത്തയ്ക്ക് ചേരുന്നതല്ല. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ കടുത്ത ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്രമാണ്, കേന്ദ്രത്തിന്റെ അവഗണനയാണ് എന്നാണ്. പക്ഷേ ഇവിടെ ധൂർത്തുണ്ട്, വകമാറ്റി ചെലവഴിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ പറയുന്ന വീൺ വാക്കുകളാണ്. ഇതിലൊന്നും അർത്ഥമില്ല. കേന്ദ്രത്തിന്റെ അവഗണന മാത്രമാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു 57,000 കോടിയുണ്ട് ധനമന്ത്രിയുടെയും കൂട്ടരുടെയും കയ്യിൽ. കേന്ദ്രം തരാനുള്ള 54,000 കോടി. അത് മറ്റാർക്കും അറിഞ്ഞുകൂടാ ഏതാണ് ഈ 57,000 കോടി എന്ന്. പക്ഷെ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കേന്ദ്രത്തിനും അറിഞ്ഞുകൂടാ, ഇവിടെയുള്ള മറ്റ് ഉള്ളവർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ LDF ഗവൺമെന്റിന്റെ പ്രധാനികൾക്കൊക്കെ അറിയാം ഈ 57,000 കോടി എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് അത് ഫോം ചെയ്യപ്പെട്ടത് എന്ന്. അപ്പം ഈ 57,000 കോടി കിട്ടിയിരുന്നെങ്കിൽ കേരളം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് ഇവിടെ എവിടെയാണ് ധൂർത്ത്, പിന്നെ എക്സ്ട്രാവഗൻസ്, എവിടെയാണ് എക്സ്ട്രാവഗൻസ് അഥവാ ധൂർത്ത്? നമുക്ക് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ തുറന്ന ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. വളരെ കൃത്യമായിട്ട് അത് വളരെ അമക്കി, അതായത് ആരും അറിയാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു 100 എവിഡൻസ് വേണമെങ്കിൽ നമുക്ക് ഹാജരാക്കാനും പറ്റും. ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. ധൂർത്തും സ്വജനപക്ഷപാതവും എല്ലാം ഇഷ്ടം പോലെ നടക്കുകയാണ്. അതായത് ഈ ധനപ്രതിസന്ധിയുടെ കാലത്തും 5 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന, അതായത് റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ലെവലിലുള്ളവര് റിട്ടയർമെന്റിന് ശേഷം വീണ്ടും ഏതെങ്കിലുമൊക്കെ തുക്കടാ സേവനത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് 5 ലക്ഷം രൂപ അവരുടെ പെൻഷൻ ഉപരിയായിട്ട് 5 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം വാങ്ങുന്ന പോസ്റ്റിങ്സ് നടന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ നമുക്കറിയാം ഈ പാവങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. അവരുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റിനുള്ള സാധ്യതയില്ല. അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ട ലിക്വിഡ് കൊടുക്കാൻ നിവൃത്തിയില്ല. കൊച്ചുകുട്ടികളുടെ പീഡിയാട്രിക് വിഭാഗത്തിന്റെ ചികിത്സയ്ക്ക് നിവൃത്തിയില്ല. അത്ര കടുത്ത ധനപ്രതിസന്ധി നിൽക്കുമ്പോഴും തൊഴുത്ത് ചർച്ച, അതുപോലെ തൊഴുത്ത് നിർമ്മാണം, നീന്തൽക്കുളം നിർമ്മാണം, അത് അങ്ങനെ എന്തെല്ലാം ചെലവുകൾ, അതൊക്കെ വിളിച്ചു പറയുന്നത് തന്നെ നമ്മുടെ അഭിമാന ക്ഷതത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് അത്തരം ഓരോ ചെലവുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത്തരം ചെലവുകൾ നടത്തുമ്പോൾ നഷ്ടപ്പെട്ടു ചെയ്യാതെ പോകുന്ന ചെലവുകൾ, അതാണ് പാവപ്പെട്ടവരുടെ അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുമെന്നൊക്കെ പുരപ്പുറത്ത് പ്രസംഗിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ഗവൺമെന്റ് അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നു എന്നുള്ളത് കർമ്മം കൊണ്ട് ചെയ്തു കാണിക്കണം. അത് കർമ്മം കൊണ്ട് ചെയ്ത് കാണിക്കുന്നില്ല. അതായത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട്? സംഭരിച്ച നെല്ലിന്റെ വില സമയത്ത് കിട്ടാത്തത് കൊണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സമസ്ത മേഖലകളിലും ഇതുപോലെയുള്ള സങ്കടകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെല്ലിന്റെ തന്നെ 1410 കോടി രൂപയോ മറ്റാണ് കേന്ദ്രത്തിൽ നിന്ന് 2017-18 മുതൽ ഇങ്ങോട്ട് കിട്ടാനുള്ളത്. എന്തുകൊണ്ടത് കിട്ടുന്നില്ല? കേന്ദ്രത്തിന്റെ ധനമന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി സെക്രട്ടറി, കൃഷി മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി സെക്രട്ടറി തന്നെ ഇവിടെ വന്ന് അന്വേഷിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത് എന്താണ്? 2017-18 മുതലുള്ള എങ്ങനെയാണ് സംഭരണ വില കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുക?
അതിനൊരു രീതിയുണ്ട്. കേന്ദ്രം സംഭരിക്കാൻ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക് നെല്ല് സംഭരിക്കുക, പണം കൊടുക്കുക, എന്നിട്ട് അത് കുത്തി അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുക. ഇതിന്റെ മുഴുവൻ രസീതുകളും CAG അറ്റസ്റ്റ് ചെയ്ത്, CAG ഉറപ്പാക്കി അറ്റസ്റ്റ് ചെയ്ത് കേന്ദ്രത്തിലേക്ക് ആ പേപ്പറുകൾ എത്തുക, ആ രസീതുകൾ എത്തുക. ആ രസീതുകൾ എത്തുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് പണം കേന്ദ്രം കൊടുക്കും. അപ്പോൾ ഇതങ്ങനെ എത്തുന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? സമയത്ത് സംഭരിച്ച നെല്ലിന്റെ പൈസ കൊടുക്കുന്നില്ല, ആ സംഭരിച്ചു കഴിഞ്ഞാലും അത് കുത്തി അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുന്നില്ല, CAGയുടെ റിപ്പോർട്ട് അങ്ങ് ചെല്ലുന്നില്ല. ഇത്തരം വളരെ പ്രധാനപ്പെട്ട എന്താണ് പറയുക, വീഴ്ചകൾ കൊണ്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുള്ള വീഴ്ചകൾ കൊണ്ടാണ് ഈ പണമൊന്നും കിട്ടാത്തത്. ഗവൺമെന്റ് കാരണം 28 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഉള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ടും കൊടുക്കാം അരിയും സാധനങ്ങളും എന്ന് പറഞ്ഞാല് മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നല്ലതല്ല. അതുകൊണ്ടാണ് ഇത്ര കർശന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത്. അത് മാത്രവുമല്ല, വേറൊരു കാര്യം ഓർക്കുക, ഈ അടുത്ത ദിവസം നമ്മൾ കേട്ട കാര്യമാണ്. അതായത് തദ്ദേശ സ്വയംഭരണ അവരുടെയൊക്കെ പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷനൊക്കെ വളരെ 30% താഴെയാണ്. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട കേന്ദ്ര ഗ്രാന്റ് ഇൻ എയ്ഡ് 814 കോടിയാണ് കഴിഞ്ഞ വർഷം കിട്ടേണ്ടിയിരുന്നത്. ആദ്യത്തെ ഗഡുവായ 212 കോടി ഓഗസ്റ്റിൽ അനുവദിക്കുന്നു. ആ പൈസ ഓഗസ്റ്റും കഴിഞ്ഞ് അതായത് 2024 എത്തി. എന്നിട്ടും 1 രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടില്ല. എന്തുകൊണ്ട് കൈമാറിയില്ല? അത് വകമാറ്റി ചെലവഴിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ദൂർത്തടിച്ചു. അതുകൊണ്ടാണ് ചെലവഴിക്കുക. അതുകൊണ്ട് എന്തു വേണ്ടു? രണ്ടാമത്തെയും മൂന്നാമത്തെയും, അതായത് ഇത് യൂട്ടിലൈസ് ചെയ്ത സർട്ടിഫിക്കറ്റ് അങ്ങ് എത്തിയാലേ അതിന്റെ ബാക്കി രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കിട്ടൂ. ഇതുവരെ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കിട്ടിയിട്ടില്ല. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള കൃത്യമായ വഴികളുണ്ട്. ആ കൃത്യമായ വഴികളോ രീതികളോ പാലിക്കാതെ കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്ന കേട്ടാൽ തോന്നും സംസ്ഥാനത്തിന്റെ വിടുപണി ചെയ്യാനാണ് കേന്ദ്രം ഇരിക്കുന്നത് എന്ന്. അങ്ങനെ ഒരിക്കലും വിളിച്ചു കൂവരുത്. എന്താണ് വേണ്ടത്? ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒരു പ്രോപ്പർ ചാനൽ എന്നൊരു 2 വാക്കുകളുണ്ടല്ലോ. അതായത് പോകേണ്ട വഴികളിലൂടെ, പോകേണ്ട രീതികളിലൂടെ മുന്നോട്ട് പോയാൽ കേന്ദ്രം തരാനുള്ളത് തീർച്ചയായിട്ടും തന്നിരിക്കും. അപ്പൊ അങ്ങനെ തരുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ, അതായത് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്ന വേറെ ചില പരമാർത്ഥങ്ങളുണ്ട്. അതായത് CAG പറയുന്നത് 28,258.39 കോടി അരിയർ പിരിച്ചെടുക്കാനുണ്ടെന്നാണ്. റവന്യൂ അരിയർ. ഇത് നികുതി അരിയറും ഉണ്ട്, നികുതിയേതര അരിയറും ഉണ്ട്.